നമസ്കാരം. ദിവ്യ എസ് അയ്യർ IASന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്ത് വൈറലായ ഒരു ദൃശ്യമുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാധ്യമങ്ങളും ചില പിണറായി വിരുദ്ധരും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ചില ചാപ്പകൾക്കുള്ള മറുപടിയാണ് ദൃശ്യം. ഇതേ നോക്കി. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യമാണെന്ന് വേണം അത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ. അത് കൃത്യമായിട്ട് ഉറപ്പില്ല. അത്തരമൊരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും ദിവ്യ എസ് അയ്യറൊക്കെ ഒരുമിച്ച് പങ്കെടുത്ത ഒരു വേദി എന്ന് പറയുന്നത്. അവിടെ നിന്ന് പുറത്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ ദിവ്യ എസ് അയ്യർ തന്നെ അവർക്ക് കിട്ടിയ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ധാർഷ്ട്യക്കാരനാണ്, ധിക്കാരിയാണ്, ആരോടും സംസാരിക്കാത്ത വ്യക്തിയാണ് എന്ന പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഈ ദൃശ്യം എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. ആ ഒരു സംഭാഷണവും ദിവ്യ എസ് അയ്യർ ഇരുന്ന് വർത്തമാനം പറയുന്നത് ഒരു മുഖ്യമന്ത്രിയോടാണ് എന്ന് ആ ദൃശ്യത്തിലൂടെ ആർക്കെങ്കിലും തോന്നും? ഇല്ല. ഒരു പിതാവിനോട് മകളോ അല്ലെങ്കിൽ മുത്തശ്ശനോട് ചെറുകുട്ടിയോ അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു തൻ്റെ അധികാരിയായിട്ടുള്ള വ്യക്തിയോട് സഹപ്രവർത്തക സംസാരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ആ ദൃശ്യത്തിനുണ്ട്, ഇല്ലേ? എത്ര കൂളായിട്ടാണ് ഒരു സഹപ്രവർത്തക എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയോട് അവർ ആശയ സംവാദം നടത്തുന്നത്. ആ ദൃശ്യം എന്താണ് തെളിയിക്കുന്നത്? കഴിഞ്ഞ കുറെ കാലമായിട്ട് ധിക്കാരി, ധാർഷ്ട്യക്കാരൻ, എല്ലാവരോടും പരുക്കനായിട്ട് മാത്രം പെരുമാറുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ സംഘടിതമായി ചില ചിത്രങ്ങൾ ചിത്രീകരിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രചരിപ്പിച്ച് ഒരു വ്യക്തിയെ ചാപ്പകുത്തിയത് എന്തിനായിരിക്കണം? അവർക്കറിയാം ആ വ്യക്തി വളർന്നു വരുന്ന സന്ദർഭങ്ങളിലെല്ലാം എങ്ങനെയാണ് അയാളുടെ പൊട്ടൻഷ്യൽ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ്. അയാൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അയാളുടെ കഴിവുകളെക്കുറിച്ച് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും കഴിവുറ്റ നേതാവാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ തകർക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ മറ്റൊരു ഇംപ്രഷൻ സൃഷ്ടിച്ചെടുക്കാൻ മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ഇടതു വിരുദ്ധരെ നിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പരുഷമായ മുഖത്തോടു കൂടിയ ചിത്രങ്ങൾ മാത്രം പ്രചരിപ്പിച്ചിരുന്നിടത്ത് ഇത്തരം ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയാണ് പുറത്തു വരുന്നത്. ഒരു പരുക്കനായിട്ടുള്ള വ്യക്തിയോട് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് ചെന്ന് പെരുമാറാൻ കഴിയുമോ? അപ്പോ അദ്ദേഹം ഏത് പ്രവൃത്തിയിലാണുള്ളത് അതിൽ കട്ട് ആൻഡ് റൈറ്റ് ആണ്. ആ കാര്യം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥരായിക്കോട്ടെ സഹപ്രവർത്തകരായിക്കോട്ടെ എല്ലാവരും അത് കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, മുഖം നോക്കുകയുമില്ല. അത് വേണ്ടേ? ഇത്രയും വലിയൊരു സംവിധാനത്തെ കൃത്യമായി പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ആ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? താക്കീത് ചെയ്യേണ്ടതിനെ താക്കീത് ചെയ്തും കർശനമായിട്ടുള്ള മറുപടികൾ പറയേണ്ടടുത്ത് കർശനമായ മറുപടികൾ പറയും. ഒപ്പം തന്നെ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുക കൂടി വേണം. എന്നാലല്ലേ ദിവ്യ എസ് അയ്യർമാരെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു വ്യക്തിയോട് പോയി ഇടപഴകാൻ കഴിയുള്ളൂ. അവർക്ക് ആ വ്യക്തിയോട് അത്രയും സ്വാതന്ത്ര്യവും അത്രയും ആദരവും സ്നേഹവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കാരണം? അവർ കേട്ടുകേൾവിക്കപ്പുറം അടുത്തറിഞ്ഞപ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുകയും പിന്നാലെ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെ സ്വീകരിക്കുകയും ചെയ്തതിന്റെ തെളിവാണ് ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എത്രയെത്ര IAS ഉദ്യോഗസ്ഥർ. നേരത്തെ സർവീസിൽ നിന്ന് റിട്ടയർ ആയി പോയിട്ടുള്ള പലരും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളും പിണറായി വിരുദ്ധരും പ്രചരിപ്പിച്ച പല കിംവദന്തികൾക്കപ്പുറം അവരുടെ അനുഭവങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ പല ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ റിട്ടയർ ആയി പോയ പല ഉദ്യോഗസ്ഥരെയും എടുത്തു കഴിഞ്ഞാൽ അത് വനിതകളായിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ളവരെല്ലാവരും 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടും സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഉദാഹരണങ്ങൾ പലതും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഇതാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ മനഃപൂർവ്വം ഈ സമൂഹത്തിന്റെ മുന്നിൽ ധിക്കാരിയാണെന്നും ധാർഷ്ട്യക്കാരനാണെന്നും എപ്പോഴും ബാക്കിയുള്ളവരോട് പൊട്ടിത്തെറിക്കുന്ന ആളാണെന്ന് ചിത്രീകരിച്ചതിന്റെ പിന്നിലെ ദുരുദ്ദേശം നാട് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിവിനപ്പുറം ഒരു വ്യക്തി ഒരു ആശയത്തെ ഈ സമൂഹത്തിനിടയിൽ വളർത്താൻ ശേഷിയുള്ള വ്യക്തിയാണ്. അയാൾക്ക് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നിടത്ത് അവരെ മറ്റു പല കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എങ്ങനെയാണ് അപമാനിക്കുന്നത്, അവഹേളിക്കുന്നത്, സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ ഇമേജ് തകർക്കുന്നത് എങ്ങനെയെന്ന് നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഉദാഹരണമാണ് ആ ദൃശ്യമെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. അത്തരം കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ദിവ്യ എസ് അയ്യരെ പോലുള്ള ചെറുപ്പക്കാരികളായിട്ടുള്ള കഴിവുറ്റ IAS ഉദ്യോഗസ്ഥർ തന്നെ തയ്യാറാകുന്നത് നല്ലതിനെ നല്ലതെന്ന് പറയണമെന്നുള്ള മാനസികാവസ്ഥയാണ്. അതില്ലാത്തതാണ് കേരളത്തിലെ മാപ്രാ മനോഭാവങ്ങളെന്ന് തിരിച്ചറിയേണ്ട ഉദാഹരണങ്ങൾ കൂടിയാണിതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.